ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ട അർജുന്റെ വേർപാടിൽ എല്ലാവരെയും പോലെ വേദനിച്ച മറ്റൊരാളുണ്ട്. ലോറി ഉടമ മനാഫ്. പല സൈബർ ആക്രമണങ്ങളും നേരിട്ട വ്യക്തിയാണ് മനാഫ്. അർജുന്റെ കുടുംബം വേദനയോടെ കാത്തിരിക്കുന്നത് പോലെ മനാഫും ഇത്രനാൾ അർജുനായുള്ള കാത്തിരിപ്പിലായിരുന്നു. ഗംഗാവലിയുടെ കുത്തൊഴുക്കൊഴിഞ്ഞെങ്കിലും മനാഫിനെതിരെയുള്ള വിമർശനങ്ങളുടെ കുത്തൊഴുക്കിന് അവസാനമുണ്ടായിരുന്നില്ല. അർജുന്റെ മൃതദേഹം കണ്ടെത്തിയതോടെയാണ് എല്ലാ വിമർശനങ്ങൾക്കും അവസാനമായത്. ഒരു മനുഷ്യനെ എത്രത്തോളം അധംപതിച്ച് സംസാരിക്കാമോ അത്രമേൽ മോശമായാണ് മനാഫിനെതിരെ വിമർശനങ്ങൾ കടന്നു വന്നത്. എങ്കിലും തൻ്റെ ദൗത്യത്തിൽ നിന്നും മനാഫ് പിന്തിരിഞ്ഞില്ല. അർജുനുമായി താൻ തിരികെ വരൂ എന്ന് മനാഫ് അർജുൻ്റെ അമ്മയ്ക്ക് വാക്ക് നൽകിയിരുന്നു. ആ വാക്കിപ്പോൾ പാലിച്ചിരിക്കുകയാണ്. നീ അവനെ എവിടെയോ കൊണ്ടുപോയി കൊന്നതല്ലേ? ഇൻഷുറൻസ് ലഭിക്കുന്നതിനായി ചാനലുകളുടെ മുന്നിൽ നാടകം കളിക്കുകയാണ് എന്നിങ്ങനെയാണ് മനാഫിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ. അവനെ കൊണ്ടുപോയി കൊന്നതല്ലേ എന്ന ഏതോ അജ്ഞാതൻ മൊബൈലിൽ അയച്ച മെസ്സേജ് വായിച്ച് താൻ രാത്രിയിൽ കരഞ്ഞിട്ടുണ്ടെന്ന് മനാഫ് മനംനൊന്ത് പറഞ്ഞിട്ടുണ്ട്. ഷിരൂരിലെ കുന്നിൽ മഴയും തണുപ്പും സഹിച്ച് കഷ്ടപ്പെടുമ്പോഴും പലരും തന്നെ മോശമായി പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ തൻ്റെ പരിശ്രമം ആളുകൾ തിരിച്ചറിഞ്ഞതിൽ സമാധാനമുണ്ടെന്ന് മനാഫ് പറയുന്നു. ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ നിന്ന് അർജുൻ്റെ ജീവനറ്റ ശരീരം പുറത്തെടുക്കുമ്പോൾ എല്ലാവരെയും അന്വേഷിച്ച് മനാഫിനെയാണ്. അപകട ദിവസം മുതൽ ഗംഗാവലിയുടെ തീരത്ത് അർജുനെ തേടി മനാഫ് ഉണ്ടായിരുന്നു. പുഴയുടെ അടിത്തട്ടിൽ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ലോറിയിൽ നിന്ന് അർജുൻ്റെ മൃതദേഹം പുറത്തെടുക്കുമ്പോൾ മനാഫ് വിതുമ്പി കരയുകയായിരുന്നു. സൈബർ ആക്രമണങ്ങൾക്കിടയിലും വേദനയോടെയാണ് മനാഫ് ഷിരൂരിൽ അർജുനു വേണ്ടി കാത്തിരുന്നതെന്ന് ലോറിയുടമ മനാഫിന്റെ കുടുംബം പറയുന്നു. ഓരോ ഫോൺ വിളികളിലും അർജുനെയും കൊണ്ടേ തിരിച്ചു വരൂ എന്നാണ് മനാഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനാഫും സഹോദരൻ മുബീനും ഏതാണ്ട് 2 മാസം ഷിരൂരിൽ വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചു. അതും അർജുനെ തിരിച്ചു കൊണ്ടുവരാമെന്ന വാക്കു പാലിക്കാനായിരുന്നു. അല്ലാതെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നത് പോലെ ലോറിക്ക് വേണ്ടിയായിരുന്നില്ല. മനാഫ് എന്തെങ്കിലും ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുത്ത് തിരിച്ചു വരികയുള്ളൂ എന്ന് മനാഫിന്റെ അമ്മ പറയുന്നു. അർജുനെ കിട്ടിയിട്ടേ താൻ വരികയുള്ളൂ എന്ന് മനാഫ് നിശ്ചയിച്ചുറപ്പിച്ചതായിരുന്നു. മനാഫും സഹോദരൻ മുജീബും തങ്ങളുടെ തടി ബിസിനസ് പോലും മറന്നിട്ടാണ് ഷിരൂരിൽ അർജുനായി നിലയുറപ്പിച്ചത്. അതിനിടയിൽ കുറേ പേർ മനാഫിനെ പറ്റിച്ചു. ഷിരൂരിൽ പോയ സമയത്ത് കുറേ പേർ മരക്കമ്പനിയിൽ നിന്ന് തടിക്കഷ്ണങ്ങളെല്ലാം മോഷ്ടിച്ചു എന്നും അമ്മ പറയുന്നു. അതേസമയം മനാഫിനെക്കുറിച്ചുള്ള സൈബർ ആക്രമണങ്ങൾ കേൾക്കുമ്പോൾ വലിയ വിഷമാണ് ഉണ്ടാക്കുന്നത്. സൈബർ ആക്രമണങ്ങളിൽ സങ്കടമുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ഉത്തരം കിട്ടിയെന്ന് സമാധാനമുണ്ട്. സംഭവ സമയം കർണാടക പോലീസ് മനാഫിനെ തല്ലിയിരുന്നു. ഇത് കേട്ട് ഒരുപാട് വേദനിച്ചുവെന്ന് കുടുംബം പറയുന്നു. ആദ്യഘട്ടങ്ങളിൽ GPS ലൊക്കേഷൻ അവിടെ നിന്നാണ് ലഭിച്ചിരുന്നത്. അതിനാലാണ് ലോറിക്കുള്ളിൽ ജീവനുണ്ടെന്ന് മനാഫ് വിശ്വസിച്ചതും. ഇന്ത്യക്ക് മൊത്തം ഒരു സന്ദേശം നൽകിയിരിക്കുകയാണ് അർജുൻ്റെ വിഷയം. വിജയിക്കുമ്പോൾ 1000 ആളുകൾ ഉണ്ടാകും. ത്യാഗത്തിന്റെയും പോരാട്ടത്തിന്റെയും സമയത്ത് മനുഷ്യൻ കൂടെ നിന്നില്ലെങ്കിൽ വട്ടപൂജ്യമാണ്. തിരച്ചിലിൽ മാറ്റി നിർത്തപ്പെട്ട സമയത്ത് ബംഗളൂരുവിൽ കാണാൻ കഴിയുന്നത്ര ഉദ്യോഗസ്ഥരെ ഈശ്വർ മൽപെ കണ്ടിരുന്നു. ഇതിന് പിന്നിൽ ആർക്കും അറിയാത്ത പല കാര്യങ്ങളുമുണ്ട്. കേരളം മുഴുവൻ കൂടി നിന്നതിന് നന്ദിയെന്ന് മനാഫ് പറയുന്നു.